ഹായ് ഫ്രണ്ട്സ്, മുടിയുടെ അഴകിനും ആരോഗ്യത്തിനും വേണ്ടി നമ്മൾ ഒഴിവാക്കേണ്ടതും സ്വീകരിക്കേണ്ടതുമായ ചില കാര്യങ്ങളെപ്പറ്റിയാണ് ഞാനിവിടെ പറയുന്നത്. ബോയ്സ് ആയാലും ഗേൾസ് ആയാലും കട്ടിയുള്ള അഴകായിട്ടുള്ള മുടി എല്ലാവരുടെയും സ്വപ്നമാണ്. മുടിയുടെ വളർച്ചയ്ക്ക് ഗുണകരമായിട്ടുള്ള എനിക്കറിയുന്ന ചെറിയ കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കണമെന്ന് തോന്നി. മുടിയിൽ കളറിംഗ്, സ്ട്രെയിറ്റനിങ് ഇതൊന്നും പരീക്ഷിക്കാതിരിക്കുന്നതാണ് നല്ലത്. ഇത് താൽക്കാലിക ഭംഗി നൽകുമെങ്കിലും പിന്നീടത് മുടി കൊഴിച്ചിലിന് കാരണമാകും. അതുമാത്രമല്ല, യാത്ര പോകുമ്പോഴും മറ്റും മുടി കഴിയുന്നതും കെട്ടി ഒതുക്കി വയ്ക്കുക. പിന്നെ ഒരു കാര്യം പറയുകയാണെങ്കിൽ, നനഞ്ഞ മുടി ഒരിക്കലും കെട്ടിവയ്ക്കരുത്. അങ്ങനെ ചെയ്താൽ അത് മുടിയുടെ വേരുകളെ ദുർബലമാക്കും. പിന്നെ ഷാംപൂ, സോപ്പ് ഇതിൻ്റെ ഉപയോഗവും കഴിയുന്നത്ര കുറയ്ക്കണം. അതിനു പകരമായി താളിയോ ചെറുപയർ പൊടിയോ ഉപയോഗിക്കാവുന്നതാണ്. മുടി എപ്പോഴും വൃത്തിയായി സൂക്ഷിക്കണം. മുടിയിലെ അഴുക്കുകളും കൂടുതൽ എണ്ണമയവുമൊക്കെ മുടിക്ക് ദോഷം ചെയ്യും. പിന്നെ ഒരു കാരണവശാലും മുടി ചൂടുവെള്ളത്തിൽ കഴുകരുത്. ഇത് മുടി കൊഴിച്ചിലിന് കാരണമാകും. മാത്രമല്ല, ഇത് മുടിയുടെ സ്വാഭാവികതയെ നഷ്ടപ്പെടുത്തുകയും ചെയ്യും. മുടി വളരാനുള്ള, മുടിയുടെ നീളം കൂട്ടാനുള്ള ഏറ്റവും നല്ലൊരു ടിപ്സാണ് ഞാനിവിടെ പറയുന്നത്. നന്നായി തല മസാജ് ചെയ്യുക. ദിവസം 3 പ്രാവശ്യമെങ്കിലും നമ്മുടെ കൈവിരലുകൾ കൊണ്ട് തലയുടെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ ഒരു 10 മിനിറ്റ് മൃദുവായി മസാജ് ചെയ്യുക. 3 പ്രാവശ്യം എന്നത് 5 പ്രാവശ്യമായാലും കുഴപ്പമില്ല. ഇങ്ങനെ എല്ലാ ദിവസവും ചെയ്യുകയാണെങ്കിൽ 1 മാസം കൊണ്ട് നിങ്ങളുടെ മുടിയുടെ നീളം 1 ഇഞ്ച് കൂടിയത് നിങ്ങൾക്ക് കാണാൻ കഴിയും. പിന്നെ വേറൊരു മാർഗമാണ് ആഴ്ചയിൽ 3 ദിവസമെങ്കിലും ചെമ്പരത്തിയുടെ താളി ഉപയോഗിച്ച് തല കഴുകുക എന്നത്. തലയിലെ താരൻ ഒഴിവാക്കാൻ ഇത് നല്ലൊരു മാർഗമാണ്. മാത്രമല്ല, മുടി വളരുകയും ചെയ്യും. തലയിൽ താരൻ ഉണ്ടായാൽ ചിലർക്ക് മുഖത്തും ചൊറിച്ചിൽ പോലെയൊക്കെ ഉണ്ടാകുന്നത് സാധാരണമാണ്. താളി ഉപയോഗിക്കുന്നതിലൂടെ അതും പോകുന്നതാണ്. പിന്നെ മറ്റൊരു മാർഗമാണ് ഉലുവ. തലേന്ന് രാത്രിയിൽ കുറച്ച് വെള്ളത്തിൽ ഇത് കുതിർത്ത് വെക്കുക. പിറ്റേന്ന് രാവിലെ ഇത് എടുത്ത് മിക്സിയിലിട്ട് നന്നായി അരച്ച് പേസ്റ്റ് പോലെയാക്കണം. പിന്നെ അത് തലയിൽ നന്നായി തേച്ച് പിടിപ്പിക്കണം. അതിനുശേഷം 20 നിമിഷം കഴിഞ്ഞാൽ കഴുകിക്കളയുക. താരൻ പോകുവാൻ ഇത് നല്ലൊരു മാർഗമാണ്. താരൻ മുടിയുടെ വളർച്ചയെ തടസ്സപ്പെടുത്തും. അതുകൊണ്ട് തന്നെ തലയിൽ താരൻ ഉണ്ടെങ്കിൽ അത് കംപ്ലീറ്റായി പോക്കേണ്ടതാണ്. നെക്സ്റ്റ്, ഇളം ചൂടുപാലിൽ കുരുമുളക് ചേർത്ത് അരച്ച് തലയിൽ തേക്കുന്നതും നല്ലതാണ്. താരൻ പോകാനുള്ള മറ്റൊരു നല്ല മാർഗമാണിത്. മാത്രമല്ല, വൈറ്റമിൻ ഇ കലർന്ന ഭക്ഷണങ്ങൾ പതിവാക്കുക. ഇത് മുടി വളർച്ചയ്ക്ക് അത്യാവശ്യമാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. താങ്ക് യു.